സാർ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഭരണപക്ഷ അംഗങ്ങൾക്കിടയിൽ വലിയ ചിരിയൊക്കെ പടർത്തിയതാണ്. പല കാര്യങ്ങളും പറഞ്ഞു. 6-7 വയസ്സുള്ള യുവാവ് എന്നുള്ള രീതിയിലൊക്കെ എന്തോ പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞു, ബുദ്ധി. അതെ, മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മനുസ്മൃതിയെ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് വളർത്താനായിട്ടൊക്കെ ശ്രമിച്ച ആളല്ലേ വീര സവർക്കർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എവിടെ നിന്ന്? ഭരണഘടനയ്ക്ക് മുകളിൽ സവർക്കർ മനുസ്മൃതിയെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയുള്ള മട്ടിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അസംബന്ധമാണ്. ഈ സവർക്കറെ പറ്റി മുമ്പും പോഴത്തം പറഞ്ഞിട്ട് കോടതിയിൽ പോയി മാപ്പ് പറയേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. കാരണം സവർക്കറുടെ കുടുംബം കൊണ്ടുപോയി കേസ് കൊടുക്കുമല്ലോ. അതുപോലെ രാഹുൽ ഗാന്ധി ഈ ഗാന്ധിയെ വധിച്ച ഗോഡ്സെ RSSകാരനാണെന്ന് പലതവണയും പറഞ്ഞിട്ട് പിന്നെ RSS കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ. ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. ഈ സൊറോസിന്റെ ആളുകളോ മറ്റോ ഒക്കെ ഇങ്ങനെ എഴുതി വിടുമല്ലോ. മനുസ്മൃതിക്ക് എതിരെ പലപ്പോഴും നിന്നിട്ടുള്ള ആളാണ് സവർക്കർ. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അല്ല സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ സവർക്കർ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയോ MP ഒന്നുമല്ല. അപ്പൊ സവർക്കർ ഭരണഘടനയെ മാറ്റാൻ പോകുന്നത് പറയുന്നതിൽ തന്നെ എന്തോ ഒരു അല്പത്തരം ഇല്ലേ? അതിന് മാത്രമേ സ്വാധീനമൊന്നും അദ്ദേഹത്തിന് ഇല്ലല്ലോ. അതെ, ഒരിക്കലും MP ആയിട്ടില്ല. അതെ. അപ്പോൾ ഈ പാർലമെന്റിലല്ല എന്ന് പറഞ്ഞാൽ പുതിയ കെട്ടിടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഴയ പാർലമെന്റ് മന്ദിരത്തിലും മനുസ്മൃതിയിൽ നിന്ന് ഒരു വാചകം ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ അകത്ത്. അപ്പൊ ഈ മനുസ്മൃതിയൊക്കെ ഈ തല്ലിപ്പുളി കൃതികളാണെങ്കിൽ അങ്ങനെ വരുമോ? എന്താണെന്നറിയാമോ? പാർലമെന്റിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന മനുസ്മൃതിയിൽ നിന്നുള്ള വാചകം ഇതാണ്. 8:13 മനുസ്മൃതി വാചകം. ഒരാൾ സഭാഭവനത്തിലേക്ക് കടന്നാൽ നീതിബോധത്തോടെ സത്യം പറയണം. സഭയിൽ ഇല്ലാത്ത വ്യക്തിയും തെറ്റായി സംസാരിക്കുന്ന വ്യക്തിയും സഭയിൽ സംസാരിക്കാത്ത വ്യക്തിയും തെറ്റായി സംസാരിക്കുന്ന വ്യക്തിയും പാപികളായിരിക്കും. ഈ വാചകം ഒന്നുകൂടി പറയാം. ഒരാൾ സഭാഭവനത്തിലേക്ക് കടന്നാൽ നീതിബോധത്തോടെ സത്യം പറയണം. സഭയിൽ സംസാരിക്കാത്ത വ്യക്തിയും തെറ്റായി സംസാരിക്കുന്ന വ്യക്തിയും പാപികളായിരിക്കും. അതൊരു സഭയിൽ എങ്ങനെ പെരുമാറണം എന്ന് മനു പറയുന്ന ഭാഗമാണിത്. മനുസ്മൃതിയിൽ പറയുന്ന ഭാഗമാണ്. ഒരാൾ സഭയിൽ സത്യമാണ് പറയേണ്ടത്, സത്യമേ പറയാവൂ. രാഹുൽ ഗാന്ധി അതല്ല. അയാൾക്ക് സത്യം അറിഞ്ഞുകൂടാ. അയാളുടെ മുത്തച്ഛനും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ സഭയിൽ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. ഒരു സഭയിൽ പല ആളുകളും ഈ ഒരാൾ പണ്ട് ഞാൻ മനോരമയിൽ ഒരാളെ പറ്റി, മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒരാൾ രാജ്യസഭയിൽ MP ആയിരുന്നു. അദ്ദേഹം 25 വർഷം നിരന്തരം രാജ്യസഭാ അംഗമായിരിക്കും. 25 വർഷം അദ്ദേഹം തികച്ചപ്പോൾ മനോരമയിലൊരു ലേഖനം വന്നു. ലേഖനം അറിയാതെ പറ്റിയതായിരിക്കും. അദ്ദേഹം ഈ രാജ്യസഭയിൽ നടന്ന പല സംഭവങ്ങൾക്കും മൂകസാക്ഷിയായിരുന്നു. സത്യമായിരുന്നു, ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ സഭയിൽ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. തെറ്റായി സംസാരിക്കുന്ന വ്യക്തിയും പാപിയാണെന്ന്. അപ്പം മനുസ്മൃതിയിൽ നിന്നുള്ള വാചകം പാർലമെന്റിന്റെ അകത്ത് എഴുതി വെച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി പാപിയാണ്. നീതിബോധത്തോടു കൂടി അല്ല അവിടെ പെരുമാറുന്ന. അസംബന്ധമാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വിമൻ ഇൻ മനുസ്മൃതി എന്ന് പറഞ്ഞ പ്രബന്ധത്തിൽ നിന്ന് ഉദ്ധരിച്ചു അവിടെ സവർക്കറുടെ. അത് അയാൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ഭാഗം ഉദ്ധരിച്ചു. വിമൻ ഇൻ മനുസ്മൃതി എന്ന് പറഞ്ഞ സവർക്കറുടെ പ്രബന്ധത്തിൽ നിന്ന് ഈ രാഹുൽ ഗാന്ധി ഉദ്ധരിച്ച ശേഷമുള്ള ഖണ്ഡിക ഞാനൊന്ന് വായിക്കാം. സവർക്കർ പറഞ്ഞിരിക്കുന്ന ഇതേ ലേഖനത്തില്, ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ ചിലപ്പോൾ മനുസ്മൃതിയിൽ കണ്ടേക്കാം. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ മനുസ്മൃതിയിൽ ഉണ്ടാകാം. അത് പല പുസ്തകങ്ങളിലും കാണുമല്ലോ, ഉണ്ടാകാം. അത് പുരാതനമായതുകൊണ്ട് പരിഗണിക്കേണ്ടതില്ല എന്ന് വെക്കേണ്ട.
ഇന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ മാത്രം പരിഗണിച്ചാൽ മതി. ഇതൊരു പുരാതന കൃതിയാണ് എന്നുള്ളത് കൊണ്ട് അതിലെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടതില്ല. നമുക്ക് പ്രയോജനം ഈ കാലത്തേക്ക് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. മനുസ്മൃതിയിൽ കാണുന്ന അപകടകരവും അസംബന്ധവുമായ ഒന്നും നിങ്ങൾ പിന്തുടരരുത്. അതാണ് മനുസ്മൃതിയെപ്പറ്റി സവർക്കർ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധരണി പൊളിഞ്ഞു പോകും രാഹുൽ ഗാന്ധിയുടെ. അതായത് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ ചിലപ്പോൾ മനുസ്മൃതിയിലുണ്ടാവും. ഇതൊരു പുരാതന കൃതിയാണ്, അത് പൈതൃകമാണ് എന്നൊന്നും പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. മനുസ്മൃതിയിൽ ഒരുപാട് അപകടകരവും അസംബന്ധവുമായ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ എടുക്കേണ്ടതില്ല. ഇത് കൃത്യമായി പറയുന്നുണ്ട് അല്ലേ? രാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്ന് പണ്ട് പഴയ പ്രബന്ധങ്ങളിലൊക്കെ കാണും. ഇത് നമ്മൾ പ്രയോഗിക്കണം എന്ന്. അതാണ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്. വിവേചനം എന്ന് ഇപ്പൊ ഉപയോഗിക്കാറുള്ളൂ. ഈ രാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഈ പപ്പുമോനില്ല. ഇതാ പ്രശ്നം. വേറെ ആളുകൾ എഴുതി കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് വരുന്നതാണ്. പിന്നെ എന്താണ് സവർക്കറുടെ മറ്റേ ഞാൻ അടുത്ത കാലത്ത് ഈ ജാനകി എന്ന് പറഞ്ഞിട്ട് വിദേശത്തുള്ള ഒരു അക്കാഡമീഷ്യൻ എഴുതിയ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ വായിച്ചതാണ് സവർക്കറെ പറ്റി. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് സവർക്കർ. ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ നാടായ രത്നഗിരിയിൽ, മഹാരാഷ്ട്രയിൽ രത്നഗിരിയിൽ രത്നഗിരി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് വിഴുങ്ങണോ പറയണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. രത്നഗിരി വേറൊരു ഊളയുടെ നാടാണ്, ദാവൂദ് ഇബ്രാഹിമിൻ്റെ. അപ്പോൾ സവർക്കറുടെ നാടായ രത്നഗിരിയിൽ പതിത് പവൻ ക്ഷേത്രം പണിത ആളാണ് സവർക്കർ. കാരണം ആ കാലത്ത് ദലിതരെ ഇത് ഇവിടെ ക്ഷേത്രപ്രവേശനം വരുന്നതിന് 5-6 കൊല്ലം മുമ്പാ ദലിതരെ അവിടെ പ്രവേശിപ്പിക്കില്ല. അവിടെ വിത്തൽ മന്ദിർ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു രത്നഗിരിയില്. അപ്പൊ അവിടെ സവർണക്കൂട്ടം അവിടെ ദലിതരെ പ്രവേശിപ്പിക്കില്ല. അപ്പൊ ദലിതർക്ക് പ്രവേശിക്കാനായിട്ട് ഒരു അമ്പലം നിർമ്മിച്ചു. അമ്പലം പണിതു അവിടെ. പതിത് പവൻ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട് അവിടെ. ഓ ശരി. അന്നേ അത്രയും വലിയൊരു സാമൂഹിക വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്. ഇത് എപ്പോഴാണെന്നറിയോ? 1931 ഫെബ്രുവരി 22-നായിരുന്നു പ്രതിഷ്ഠ. പ്രതിഷ്ഠ നടത്തിയത് ഒരു ദലിതൻ. എന്നിട്ട് അതിൻ്റെ കൂടെ ഗായത്രി ചൊല്ലല് മത്സരം ഉണ്ടായിരുന്നു. അതിൽ 1ാം സമ്മാനം കിട്ടിയതും ദലിതന്. ഇത് സവർക്കർ പണിതിട്ട് ഭണ്ഡാരി സമുദായത്തിലുള്ള ബാലോജി സേത്കീർ എന്ന് പറഞ്ഞ ആളാണ് ഇത് പണിതത്. പൈസയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ പണിയിച്ചു പതിത് പവൻ ക്ഷേത്രം. എല്ലാവരും കയറുന്നൊരു സ്ഥലം. ഇതാണ് ജാതിയെ സംബന്ധിച്ചിട്ടുള്ള സവർക്കറുടെയൊക്കെ ചിന്ത. എന്നും ജാതിക്കെതിരായിരുന്നു. ഉയർന്നു നിൽക്കുന്ന അവിടെ ഒരു ക്ഷേത്രം, അതിൻ്റെ പേര് തന്നെ പതിത് പവൻ ക്ഷേത്രം എന്നാണ്. ആ വ്യക്തിയെക്കുറിച്ചാണ് രാഹുൽ ഈ പറയുന്ന അസംബന്ധം. അത് അവിടെ ഒരു ക്ഷേത്രം അങ്ങനെ തന്നെ നിൽക്കുന്നു. അങ്ങനെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. അപ്പോൾ ഇവിടുത്തെ 1936-ലാണ് ക്ഷേത്രപ്രവേശനം. അതെ, അതിനും 5 കൊല്ലം മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത്. എന്നിട്ട് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ട കാര്യങ്ങൾ ഒന്നും ഈ ഒരു മനുഷ്യൻ്റെ ജനിതകം നിർണ്ണയിക്കില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരാളൊരു സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഇവൻ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി നിലകൊള്ളില്ല എന്ന് പറഞ്ഞാൽ ജാതിക്കെതിരാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ജനിതകമല്ല ഇതൊക്കെ നിർണ്ണയിക്കുന്നത്, ബുദ്ധിയെ നിർണ്ണയിക്കുന്നത് ജനിതകമല്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാമാജിക് സമരാസ്ത എന്ന് പറയുന്ന സംഭവമാണ് വേണ്ടത്. അതായത് സമത, മമത, രമത, സമാനത, തർത്തവ്യത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഭക്ഷണം, അതായത് ഒരു ഗാന്ധി ഒരിക്കൽ 1906 ലണ്ടനിൽ സവർക്കറെ കാണാൻ പോയല്ലോ ഗാന്ധി. അന്ന് ഗാന്ധിയേക്കാൾ വലിയ നേതാവാണ് സവർക്കർ.
ഇപ്പോൾ കാരണം അതിന് മുമ്പ് തന്നെ 1857 നമ്മുടെ ശിപായി ലഹള എന്ന് വിളിക്കപ്പെടുന്ന സമരം, അത് നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പുസ്തകം എഴുതിയ ആളാണ് സവർക്കർ. ആദ്യം അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിച്ച ആദ്യത്തെ ആളാണ് സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഗാന്ധി 1900 കാണാൻ പോകുമ്പോൾ ഇദ്ദേഹം ചിത്പവൻ ബ്രാഹ്മണനാണല്ലോ. ഇദ്ദേഹം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെമ്മീൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അത് ആ സവർക്കർ സിനിമയിലും കാണാം. അപ്പോൾ ഗാന്ധി വെജിറ്റേറിയൻ ആണല്ലോ, സനാതനിയ. ഗാന്ധിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങേര് പറഞ്ഞു, ഗാന്ധിക്കത് പിടിക്കാതെ വന്നപ്പോൾ പറഞ്ഞു, നമ്മൾ ബ്രിട്ടീഷുകാരെ ജീവനോടെ തിന്നാനായിട്ടിരിക്കുന്നവരാണ്, നമുക്കിത് ഇത് തിന്നുകൊണ്ട് എന്താകാനാണ്, ബ്രിട്ടീഷുകാരെ ജീവനോടെ തിന്നേണ്ട നമ്മളെ പോരാളികൾ, അങ്ങനത്തെ ആളുകളെ സൃഷ്ടിക്കേണ്ട ആളുകളാണ് നമ്മളെന്തിനാണ് ഈ വെജിറ്റേറിയൻ സസ്യബുക്കുകളായിട്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ വേറെയാണ്. ഈ ബ്രാഹ്മിൻ ഹെജമണി എന്ന് പറയുന്ന സംഭവമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല സവർക്കർ. ഈ ബ്രാഹ്മിൻ ഹെജമണി എന്ന് പറയുന്ന സാധനം ആണല്ലോ ഈ മറ്റേ മനുസ്മൃതി എന്നും പറഞ്ഞ് നടക്കുന്ന. സത്യത്തിൽ ഞാനിതിന് മുമ്പ് ഇവിടെ ഒരു ചർച്ച, ഇത് കഥയമേലോ എന്തോ ഒരു ചർച്ച, ഇവിടെ നമ്മളൊരു ടോക്ക് എടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. ഈ മനുസ്മൃതി എന്ന് പറഞ്ഞൊരെണ്ണം നമ്മുടെ നാട്ടിൽ ഒരു രാജവംശവും സ്വീകരിച്ചിരുന്ന പുസ്തകമല്ല. അതായത് ഒരു രാജവംശം ഒരു രാജ്യം ഒന്നും ഈ മനുസ്മൃതി ആധാരമായിട്ട് എടുത്തിട്ടേ ഇല്ല. അതിവിടെ ഒരു സംഭവമായിരുന്നില്ല. മനുസ്മൃതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, പാഠം, അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. ഈ മനുസ്മൃതിയുടെ ഭാഷ്യങ്ങളുണ്ടല്ലോ, കമന്ററി, അതാണ് ഉണ്ടായിരുന്നത്. ഹാൽ ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിട്ടീഷ് കണക്കെഴുത്ത് പിള്ള കൽക്കട്ടയിൽ വന്നു. അന്ന് കൽക്കട്ടയിലാണല്ലോ ബ്രിട്ടന്റെ ആസ്ഥാനം ഈ പറയുന്ന കാലത്ത്. വാറൻ ഹേസ്റ്റിങ്സിന്റെ ഈ സിൽബന്ദിയായിട്ടുള്ള ഹാൽ ഹെഡ് എന്ന് പറഞ്ഞൊരാളെ ഈ മനുസ്മൃതി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു വാറൻ ഹേസ്റ്റിങ്സ്. ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പോൾ പല ഭാഷ്യങ്ങൾ നോക്കിയിട്ട് ഒറിജിനൽ ശ്ലോകങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കാശിയിൽ നിന്ന് പല 12ഓളം പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവരെ കൊണ്ട് മനുസ്മൃതി എന്ന് പറഞ്ഞൊരെണ്ണം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുകയാണ്. മനുസ്മൃതി ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഹിന്ദുക്കളുടെ നിയമം, മുസ്ലിങ്ങൾക്ക് ശരീഅത്തുണ്ടല്ലോ, ഹിന്ദുക്കൾക്ക് നോക്കുമ്പോൾ വേറെ നിയമമൊന്നുമില്ല, പിന്നെ ഒരെണ്ണം ഇരിക്കട്ടെ ഈ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനുസ്മൃതി ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ ഈ ഹാൽഹെഡിന് പേർഷ്യൻ ഭാഷയെ അറിയുള്ളൂ. എന്നിട്ട് ഇവര് ഉണ്ടാക്കിയ സാധനം പേർഷ്യനിലേക്ക് പരിഭാഷ ചെയ്തു ഒരു മുസ്ലിമിനെ കൊണ്ടിട്ട്, ഒരു പേർഷ്യൻ ഭാഷയിൽ പണ്ഡിതനായ ഒരാളെ കൊണ്ടിട്ട് പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇയാള് ഇത് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ആണ് ഇത് ഇംഗ്ലീഷിലേക്ക് വരുന്നത്. പേർഷ്യനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് 2-3 കൈമറിഞ്ഞാണ് ഇങ്ങനെ. ശരിക്കും ഒരു ടെക്സ്റ്റ് തന്നെ ഇല്ലായിരുന്നു. ഇതാ ഞാനീ പറയുന്നത്. മനുസ്മൃതി അവര് തന്നെ, ബ്രിട്ടീഷുകാർ തന്നെ ചമച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഹാൾ ഹെഡ്. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ഇതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അയിത്തം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഈ ചെമ്മീൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ മതം ഹൃദയത്തിലാണ്, വയറിലല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തും ഭക്ഷിക്കാം എന്ന്. മതം ഹൃദയത്തിലാണ്, വയറിലല്ല. അപ്പോൾ വയറിലേക്ക് പോകുന്നതിനെ മതം തടഞ്ഞു നിർത്തുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വിപ്ലവകരമായ, ഇന്ന് തന്നെ യാഥാസ്ഥിതിക സവർണറുള്ള സമൂഹമാണ്. അയിത്തം, ജാതി വിവേചനം, സ്ത്രീകൾക്കെതിരായ അനീതി, ഇതൊന്നും പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ആൻഡമാനിൽ നിന്ന് സഹോദരന് എഴുതിയ കത്തില്, ഈ കത്തൊക്കെ എപ്പോഴും ഉണ്ട്, ജാതി സമ്പ്രദായം പാടില്ല, ഇതാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. 1906 ജൂലൈ 6 സഹോദരൻ നാരായണൻ റാവുവിന് എഴുതിയ കത്തിൽ പറയുന്നു ആ വാചകം: വിദേശ അധിനിവേശത്തെ നാം എതിർക്കുന്നത് പോലെ തന്നെ ജാതി വിവേചനം, അയിത്തം എന്നിവയ്ക്കെതിരെയും കലാപം നടത്തണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ജാതിയുടെ കൂടെ നിൽക്കണമെന്നോ മനുസ്മൃതിയുടെ കൂടെ നിൽക്കണമെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ 7 ഷാക്കിൾസ് ഓഫ് ഹിന്ദു സൊസൈറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം 1931 എഴുതി. അതിൽ പറഞ്ഞിട്ടുണ്ട്, ജനിതകമല്ല ബുദ്ധിയുടെ അടിസ്ഥാനം, പരിസ്ഥിതിയാണ് ബുദ്ധിയെ നിർണ്ണയിക്കുക. പരിസ്ഥിതി, എൻവയൺമെൻറ്റ്, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം.
അദ്ദേഹം മനുസ്മൃതിക്കെതിരായിരുന്നു. നേരത്തെ തന്നെ ഞാനൊരു വാചകം വായിച്ചതല്ലേ. അതെ. അധികാരികളുടെ ഉപകരണമാണ് ഹിന്ദുമത ഇത്തരം ആദർശ ഗ്രന്ഥങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അധികാരികളുടെ അധികാരം നിലനിർത്താനുള്ള ഉപകരണങ്ങളാണ് മനുസ്മൃതിയും അതുപോലുള്ള ഗ്രന്ഥങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കാനുള്ള അവരുടെ ഉപകരണമാണ് ജാതി. ബ്രിട്ടീഷുകാരും ജാതി ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്പർദ്ധയുണ്ടാക്കാൻ, ഭിന്നിപ്പിച്ചു ഭരിക്കാൻ. അപ്പോൾ പ്രസംഗം മാത്രമല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ അദ്ദേഹം ക്ഷേത്രം തന്നെ പണിതു ദളിതർക്ക് വേണ്ടി എന്ന് പറഞ്ഞത്. അംബേദ്കർ ആകട്ടെ സവർക്കറുടെ പരിഷ്കരണ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും ചെയ്തു. അംബേദ്കർ സവർക്കറെ പറ്റി പറഞ്ഞ വാചകം ഞാൻ ഉദ്ധരിക്കാം: സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ അങ്ങയുടേത് ഗംഭീരമാണ്. അയിത്തജാതികൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാകാൻ അയിത്തജാതിക്കാർ ഹിന്ദു സമൂഹത്തിൽ ഇണങ്ങിച്ചേരാൻ അയിത്തം പോയാൽ മാത്രം പോരാ, ചാതുർവർണ്ണയവും പോകണം. അംബേദ്കർ പറയുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ അപൂർവ നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. സവർക്കർക്ക് എഴുതിയിരിക്കുക അംബേദ്കർ. ഇതാണ് അംബേദ്കർ വിരുദ്ധരാണല്ലോ നെഹ്റു കുടുംബം. അതെ അതെ. നെഹ്റു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു അംബേദ്കറെ. ഒരു MP ആകാൻ പാടില്ല. 1946 ഇടക്കാല മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ അംബേദ്കറെ മന്ത്രിയോ ആക്കിയില്ല. വേണമെങ്കിൽ ആക്കാമായിരുന്നു. 1947 ആക്കുന്നത്, ഗാന്ധി നിർബന്ധിച്ചിട്ട്. അപ്പോൾ സവർക്കർ പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യ പരിഷ്കരണം ഇല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ, സാമൂഹ്യ പരിഷ്കരണമില്ലാതെ സ്വാതന്ത്ര്യം കിട്ടിയാൽ അത് 3 ദിവസം പോലും നിൽക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുമതത്തിലെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് സവർക്കറുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതാണ് വാസ്തവം. എന്നിട്ട് പറഞ്ഞു വെക്കുന്നത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായാണ് സവർക്കറുടെ ജീവിതവും മനുസ്മൃതിയായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു നെഗറ്റീവ് സൃഷ്ടിക്കുന്നതിന് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ അത്യാവശ്യമാണ്. അങ്ങനെ പറയാം. സത്യത്തിൽ ഈ പപ്പു മോന് ഇതൊക്കെ എന്താണെന്നൊരു പിടിയില്ലെന്നേ. ഇന്ത്യ എന്താണെന്നറിയില്ല, ഇന്ത്യയുടെ ചരിത്രം എന്താണെന്നറിയില്ല, സനാതന ധർമ്മം എന്താണെന്നറിയില്ല, സവർക്കർ ആരാന്നറിയില്ല, ഗാന്ധി ആരാന്നറിയില്ല, നെഹ്റു ആരാണെന്ന് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് നെഹ്റുവിൻ്റെ തന്നെ നയമാണ് ഈ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം പ്രീണനം അംബേദ്കർ പ്രസ്താവന നടത്തിയല്ലോ പാർലമെന്റിൽ, മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട്. നെഹ്റുവിന് ആകെ പ്രിയമുള്ളൊരു മതം ഇസ്ലാമാണ്, മുസ്ലിം സമുദായമാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാതിരുന്നൊക്കെ അന്ന് പാർലമെന്റിലെ പ്രസ്താവനയിൽ അംബേദ്കർ പറഞ്ഞല്ലോ. അപ്പോൾ പപ്പുമോൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അംബേദ്കർ ആരാന്ന് പഠിക്കുക. ഇപ്പോൾ ജാനകി എഴുതിയിരിക്കുന്ന സവർക്കറെ പറ്റിയിട്ടുള്ള ഒരു പുതിയ പുസ്തകമുണ്ട്. അവർ മാർക്സിസ്റ്റോ അവർ മാർക്സിസ്റ്റ് അല്ല, അവർ RSS അല്ല. അവർ മറ്റേ മറാത്തി അറിയുന്ന സ്ത്രീയാണ്. ആ ഭാഗത്തു നിന്നുള്ളതാണ്, പുറത്താണ് പഠിപ്പിക്കുന്നത്. അവരുടെ ഭർത്താവ് മറ്റേ അമേരിക്കക്കാരനാണ്. അപ്പോൾ അവർ മറാത്തിയിലും കൂടിയുള്ള ഇംഗ്ലീഷിൽ വരാത്ത പ്രബന്ധങ്ങളും കൂടി രചനകൾ, അപ്രകാശിത രചനകളും ഒക്കെ നോക്കിയിട്ടാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നതല്ലാണ് ഈ രാഹുൽ ഗാന്ധി പോലുള്ള ആളുകൾ. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വേറെ ആരെങ്കിലും വായിച്ചാൽ ഒരു ഗുണവുമില്ല. പിന്നെ ഈ കുടുംബം ശരിക്കും എന്താണെന്നൊക്കെ ഇപ്പോൾ മണിശങ്കർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഉടനെ പുറത്തു വരും. അതിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ ഇതാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.